ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വിത്ത് അസീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇതുവരെയായിട്ട് ഡേ 7 ക്ലാസ്സുകളിലൂടെയാണ് കടന്നുപോയത്. ഇനി നമുക്ക് ഡേ 8ലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നന്നായി ശ്രദ്ധിച്ച് കാണുമല്ലോ. ഏകദേശം സംസാരിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും നാം ടച്ച് ചെയ്ത് വരികയാണ്. തീർച്ചയായും 15 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായി തന്നെ സംസാരിക്കുവാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ആ മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എന്തെങ്കിലും സംശയമുള്ളവർ പ്രത്യേകമായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നാം ഓരോ ക്ലാസ്സിലും ഓരോരോ യൂസേജാണ് പഠിച്ചു വന്നത്. ഇന്ന് നമുക്ക് വുഡ് എങ്ങനെ യൂസ് ചെയ്യാം, WOULD വുഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊന്ന് നോക്കാം. വുഡിന് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട 1-2 യൂസേജസ് ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം ഈസ്, ആം, ആർ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആണ് എന്നാണ് ഈസ്, ആം, ആർ. എന്നാൽ അതിന് മുമ്പ് അല്ലെങ്കിൽ അതിനെ നാം പാസ്റ്റ് ടെൻസിലേക്ക് അല്ലെങ്കിൽ യെസ്റ്റർഡേയിലെ മുമ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വാസ് അല്ലെങ്കിൽ വെയറായി മാറുന്നു, അത് ആയിരുന്നു എന്നായി മാറുന്നു, ഇല്ലേ? അതുപോലെ തന്നെയാണ് വില്ലെന്ന് പറയുമ്പോൾ ഐ വിൽ, ഞാൻ ഐ വിൽ കം, ഞാൻ വരും. ഹീ വിൽ ഗോ, അവൻ പോകും. അപ്പം വില്ലെന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വുഡ്. ഓക്കെ, ഐ വിൽ കം, ഞാൻ വരും. ഷീ വിൽ കം, അവൾ വരും എന്നല്ലേ? അപ്പോൾ ഈ വിൽ എന്നതിൻ്റെ പാസ്റ്റാണ് വുഡ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വിൽ കം, വരും അല്ലേ? അപ്പോൾ വുഡ് കം എന്തായിരിക്കും? വരുമായിരുന്നു. വിൽ ഗോ, പോകും. വുഡ് ഗോ, പോകുമായിരുന്നു. വുഡ് റൺ, ഓടുമായിരുന്നു. വുഡ് മേക്ക്, ഉണ്ടാക്കുമായിരുന്നു. വുഡ് റീഡ്, വായിക്കുമായിരുന്നു. വുഡ് റൈറ്റ്, എഴുതുമായിരുന്നു. മനസ്സിലായോ? അതായത് നമ്മൾ ആം, ഈസ്, ആർ, ആണ് എന്ന് പറഞ്ഞ പോലെ വാസ് ഓർ വെയറിലേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റായ വുഡിന് ആ രീതിയിൽ തന്നെ, അതായത് വരും എന്ന ആ പ്രസൻറ്റിനെ വരുമായിരുന്നു എന്നാക്കി മാറ്റാം. ഓക്കെ, ഐ വുഡ് ഗോ, ഞാൻ പോകുമായിരുന്നു. ഹീ വുഡ് കം, അവൻ വരുമായിരുന്നു. ഐ വുഡ് ജമ്പ്, ഞാൻ ചാടുമായിരുന്നു. ഐ വുഡ് ഹെൽപ്പ്, ഞാൻ സഹായിക്കുമായിരുന്നു. ഹീ വുഡ് റീഡ്, അവൻ വായിക്കുമായിരുന്നു. കണ്ടോ? അപ്പോൾ വായിക്കുമായിരുന്നു, എഴുതുമായിരുന്നു, പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വുഡിൻ്റെ ഫോമുകളെ, അതായത് വുഡിൻ്റെ രീതികളെ നമുക്ക് ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് അവൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമായിരുന്നു. വെൻ ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഓർ വെൻ ഹി വാസ് എ ചൈൽഡ് ഹി വുഡ് റീഡ് ഇംഗ്ലീഷ്. വെൻ ഹി വാസ് എ ചൈൽഡ് ഹി വുഡ് റീഡ് ഇംഗ്ലീഷ്. അടുത്ത, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കണ്ടോ? വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഐ വുഡ് പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റായ വുഡിനെ ഏതൊക്കെ രീതിയിലേക്കാണ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ വുഡിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഇഫ് ക്ലോസ് ചേർത്തത്. നിങ്ങൾക്കറിയാം, അതൊരു കണ്ടീഷനാണ്. അതായത് ഒരു കണ്ടീഷൻ വെക്കുമ്പോൾ ഒരു കാര്യം ശരിയായാൽ, ഇപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടിയാൽ ഞാൻ മൊബൈൽ വാങ്ങും, അത് ശരിയായാൽ മറ്റേത് നടക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുമ്പോൾ, അതായത് അതിന് ഇഫ് ക്ലോസ് എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി നോക്കുക. അപ്പോൾ ഇഫ് ക്ലോസ് ചേർക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചിരുന്നേനെ.
അവൻ വീട് വെച്ചിരുന്നു എങ്കിൽ അവന് താമസിക്കാമായിരുന്നു. കണ്ടോ, ഇപ്പം അവൾക്ക് കാശ് കിട്ടിയിരുന്നെങ്കിൽ അവൾക്ക് പഠിക്കാമായിരുന്നു. അതായത് ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് സംഭവിച്ചായിരുന്നെങ്കിൽ അവൾക്കത് കൊള്ളാമായിരുന്നു എന്നുള്ളത്. അതായത് ഞാൻ പഠിച്ചിരുന്നുവെങ്കിൽ, ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ. സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ പഠിച്ചിരുന്നു, അപ്പോൾ ഇഫ് വരുമ്പം എങ്കിൽ, ഞാൻ നന്നായി പഠിച്ചിരുന്നു എങ്കിൽ ഐ വുഡ് പാസ്, ഞാൻ ജയിച്ചേനെ. ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ ജയിച്ചില്ല. അപ്പോൾ ആ സെൻറ്റൻസ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇഫ് ഐ റോട്ട് ദ എക്സാമിനേഷൻ, ഞാൻ ആ എക്സാം എഴുതിയിരുന്നുവെങ്കിൽ ഐ വുഡ് പാസ്, ഞാൻ ജയിച്ചേനെ. അപ്പം ഞാൻ പരീക്ഷ എഴുതിയതുമില്ല, ഞാൻ ജയിച്ചതുമില്ല. അപ്പോൾ അതും പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചിരുന്നു എങ്കിൽ, സംഭവിച്ചിരുന്നു എന്നുള്ളത് ഓർക്കുക. അതായത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? അത് ക്ലോസിൽ നമുക്കത് അടുത്ത കണ്ടീഷനായിട്ട് എഴുതുമ്പോൾ വുഡ് പ്ലസ് റൂട്ട് വെർബായിട്ട് എഴുതാം. ഓക്കെ, ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ്. ഇഫ് ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടിരുന്നുവെങ്കിൽ ഐ വുഡ് സ്പീക്ക് വിത്ത് ഹിം, ഞാൻ അവനുമായി സംസാരിച്ചേനെ. അപ്പോൾ ഞാനവനെ കണ്ടില്ല, ഞാനവനെ മീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം, ഒരു കണ്ടീഷൻ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത കണ്ടീഷനിൽ ക്ലോസ് വരുന്നത് എങ്ങനെയായിരിക്കും? വുഡ് പ്ലസ് റൂട്ട് വെർബായിരിക്കും. അപ്പോൾ നമ്മൾ വുഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 യൂസാണ് പഠിച്ചത്. അപ്പോൾ വില്ലെന്ന് പറയുന്നത് ആകും എന്നാണെങ്കിൽ, അതായത് അതെപ്പോഴും അത് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ വിൽ റീഡ്, വായിക്കും എന്നാണെങ്കിൽ വുഡ് റീഡ് വരുമ്പോൾ വായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ആണ് എന്നത് ആയിരുന്നു എന്ന് പറയുന്ന പോലെ വില്ലെന്ന് പറയുന്ന ആകും എന്നത് ആകുമായിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വില്ലിൻ്റെ പാസ്റ്റ് ഫോമായ വുഡിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇഫ് ഐ വിൽ റീഡ് എന്നത് വുഡ് ചേർത്ത് ഐ വിൽ റീഡ് എന്ന് പറയുമ്പം ഞാൻ വായിക്കും. ഐ വുഡ് റീഡ് എന്താവും? ഞാൻ വായിക്കുമായിരുന്നു. ഓക്കെ, ഐ വിൽ പാസ്, ഞാൻ പാസ്സാകും. ഐ വുഡ് പാസ്, ഞാൻ പാസ്സാകുമായിരുന്നു. അപ്പം പാസ്സാകും എന്നത് പാസ്സാകുമായിരുന്നു. ഓക്കെ, അടുത്തത് ഐ സീ ഹിം, ഐ വിൽ സീ ഹിം, ഞാൻ അവനെ കാണും. ഐ വുഡ് സീ ഹിം എന്താവും? ഞാൻ അവനെ കാണുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ എന്നും പറയാനുള്ള സെന്റൻസാണ് ഐ വിൽ ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കും. ഐ വുഡ് ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുമായിരുന്നു. കണ്ടോ, അതുപോലെ തന്നെയാണ് ഇഫ് ക്ലോസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാസ്റ്റിൽ പറയുമ്പോൾ, അതായത് ഒരു കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ എനിക്കതിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിന് നമുക്ക് ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ്. കണ്ടോ, അപ്പം അങ്ങനെ ആ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വുഡ് വെച്ചിട്ട് നമുക്ക് വേറെയും പല ഉപയോഗങ്ങളുണ്ട്. തൊട്ടടുത്ത ക്ലാസ്സിൽ വുഡിൻ്റെ മറ്റ് ചില ഉപയോഗങ്ങളും പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ മലയാളം മനസ്സിലാക്കി തന്നെ സംസാരിക്കുക. തീർച്ചയായും നിങ്ങൾ വളരെ സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആദ്യമായി സ്വന്തം സെൽഫിനോട് സംസാരിക്കുക. അതായത് കണ്ണാടിയിൽ നോക്കിയിട്ട് മലയാളത്തിൽ കാര്യം പറഞ്ഞ് ഇംഗ്ലീഷിൽ ചിന്തിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. മറ്റുള്ള വീഡിയോകൾ കൂടി ഇതിനോടൊപ്പം നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.